നമോ ഭഗവതേ വാസുദേവായ. ഇന്നലെ കപിലോപദേശത്തിൻ്റെ ആമുഖമായിട്ട് ദേവഹൂതിയുടെയും കർദമൻ്റെയും 10ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ തന്നെയാണ് കപിലവാസുദേവനായിട്ട് അവതരിച്ചതെന്നും അതിനുശേഷം തൻ്റെ പിതാവിന് ഭഗവത് തത്വങ്ങളെപ്പറ്റി ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം പിതാവ് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വാനപ്രസ്ഥധർമ്മം സ്വീകരിച്ച് കർദമൻ വനത്തിലേക്ക് പോയി. പിന്നീട് ഈ കപിലനും അമ്മയായ ദേവഹൂതിയും കൂടി ബിന്ദു സരസ് എന്ന് പറയുന്ന സരസ്വതി നദിയുടെ തീരത്തുള്ള ഒരു തടപ്രദേശത്താണ് ആശ്രമം കെട്ടി കഴിയുന്നത്. നിർമ്മലമായിരിക്കുന്ന അവിടെ കുറേ കാലം അമ്മയും മകനും കൂടി കഴിഞ്ഞു. അപ്പോഴേക്കും ദേവഹൂതിക്ക് പ്രായമെന്ന നല്ല പ്രായമായി. അപ്പോഴാണ് ഒരു ദിവസം തൻ്റെ പുത്രനായിരിക്കുന്ന കപിലൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കാര്യം ഓർത്തിക്കുകയാണ്. കുഞ്ഞെ, ഞാൻ ഈ ഭൗതികമായിരിക്കുന്ന ലൗകികമായ വിഷയങ്ങളെല്ലാം സംസാരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചു. ഇവയെല്ലാം അനുഭവിച്ച് എനിക്ക് എല്ലാം മതിയായി. ഇനി എനിക്ക് ആത്മതത്വം, ഭഗവത് തത്വം എന്താണെന്ന് നീ ഒന്ന് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടും കേട്ട ഭാവം ആരും വെച്ചില്ല, കപിലൻ വെച്ചില്ല. വീണ്ടും വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മകനെ, എനിക്ക് വിരക്തിയായി, നീ പറഞ്ഞു തരണം. എന്നിട്ടും ഗൗനിച്ചില്ല. അവസാനം ഒരു ദിവസം വന്നിട്ട് വളരെ ദയനീയമായിട്ടാണ് മകൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടം തൊട്ടാണ് കപിലോപദേശം ആരംഭിക്കുന്നത്. ദേവഹൂതിയുടെ ആദ്യത്തെ ചോദ്യം തൊട്ടാണ്. തൃതീയ സ്കന്ധത്തിലെ 25ാമത്തെ അധ്യായത്തിലാണ് കപിലോപദേശം ആരംഭിക്കുന്നത്. മകൻ്റെ അടുക്കൽ വന്ന് ദേവഹൂതി പ്രാർത്ഥിക്കുകയാണ്. നിർവിണ്ണ നിതരാം ഭൂമൻ അസദിന്ദ്രിയ ദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. 3ാമത്തെ തവണ വന്ന് ചോദിക്കുകയാണ്, ഹേ ഭൂമൻ, ബ്രാഹ്മണോത്തമ തന്നെയാണ്, അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന കുമാര, നിർവിണ്ണ നിതര, ഏത് ഇന്ദ്രിയ തർഷണാത്, മകനെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന സകല വിഷയങ്ങളിലുമുള്ള കാര്യങ്ങളിൽ എനിക്ക് നിർവിണ്ണത്വം ഉണ്ടായി. എന്തുകൊണ്ടാണ്? അസത്ത് ഇന്ദ്രിയ ദർശനാത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാകുന്ന സകലതും അസത്തുക്കളാണ്, സത്യമല്ലാത്തതാണ്. അതുകൊണ്ട് സത്യമല്ലാതിരിക്കുന്ന ഈ വിഷയങ്ങളെ ഗ്രഹിച്ച് ഞാൻ ഇതിനോട് നിർവിണ്ണത്വം പ്രാപിച്ചെന്ന്. എന്താ നിർവിണ്ണ എന്ന് പറഞ്ഞ? നിർവിണ്ണ മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്, ഇവിടെ തോന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ഈ കൊച്ചു പിള്ളേർ ഏതെങ്കിലും സാധനത്തിന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനോട് ഇങ്ങനെ അത്യധികമായ ആഗ്രഹം കാണിക്കും. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ സംസ്കൃതം പറയുന്നേ, അത് കണ്ടില്ലേ, അവൻ അത് കാണുമ്പോൾ ഭയങ്കര വിണ്ണയാണ് പറയാറുണ്ടോ? എന്താ അർത്ഥം? കൊതി അല്ലേ? അത് അതിയായ ആഗ്രഹത്തിന് ആ കൊതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിർവിണ്ണ എന്നാ പറഞ്ഞത്. ഞാൻ കൊതിയില്ലാത്തവളായി തീർന്നു. ആഗ്രഹമല്ല, കൊതി. കിട്ടിയിട്ട് എത്ര ആയിട്ടും മതിയാകാത്ത അവസ്ഥ, വീണ്ടും വേണം. അപ്പൊ പറയുകയാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ എന്തെല്ലാം വിഷയങ്ങളെ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം എനിക്ക് കൊതിയില്ലാതായി. ഈ കൊതിയില്ലാതാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിരക്തി. അതെങ്ങനെയാ ഉണ്ടാവുക? എപ്പോഴാ കൊതിയില്ലാതാവുന്നത്? കടയിലിരിപ്പുണ്ട്, കാശില്ലാത്തതുകൊണ്ട് കൊതിയില്ലാതാവില്ല. ഇത് അനുഭവിച്ച് വേണ്ടാന്ന് വെക്കുക, അതിന് പറയുന്ന പേരാണ് വിരക്തി, കൊതിയില്ലായ്മ. എന്തുകൊണ്ട് കൊതിയില്ലാതായി? അസത്ത് ഇന്ദ്രിയ ദർശനാത്. ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അസത്തുക്കളാണ്, അല്പകാലത്തേക്കുള്ളതാണ്.
അനുഭവവേദ്യമായിരിക്കുന്ന സമയത്ത് മാത്രം സത്യമായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അല്ല ഒന്നാം തരം പാൽപ്പായസം കുടിക്കുക, അല്ല മധുരമാ ആട്ടെ, അതിന്റെ മധുരം എവിടം വരെയുണ്ട്? എവിടം വരെയുണ്ട് മധുരം? ഈ തൊണ്ടക്കുഴി വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ? അല്പകാലത്തേക്ക്. നിങ്ങൾ ഏത് വിഷയം എടുത്തുകൊണ്ട് നോക്കിക്കോളൂ, നിരന്തരം നിത്യമായിട്ട് സുഖം നൽകുന്ന ഏത് വിഷയമുണ്ട്? ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ജ്ഞാനേന്ദ്രിയമായിക്കൊള്ളട്ടെ കർമ്മേന്ദ്രിയമായിക്കൊള്ളട്ടെ, ഇതുകൊണ്ട് അനുഭവവേദ്യമാകുന്ന എല്ലാം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താണ്? സത്യമല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഇതിനോടൊന്നും യാതൊരു തരത്തിലുമുള്ള കൊതിയും ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഏന സംഭാവ്യമാനേന, ഈ ഇന്ദ്രിയ വിഷയങ്ങൾ കൊണ്ട് എന്നിൽ ഉണ്ടായതായിരിക്കുന്ന അന്ധത, അജ്ഞാനം. എന്താണ്? ഞാൻ ധരിച്ചു വെച്ചത് ഈ അനുഭവവേദ്യമാകുന്ന വിഷയങ്ങളെല്ലാം എന്നും നിത്യമായിരുന്നു. അതുകൊണ്ട് ഈ അജ്ഞാനത്തിൽ വീണിട്ട് ഇതെന്നും എൻ്റെ കൂടെ ഉള്ളതാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പിന്നാലെ നടന്നു. ഇതെന്തുകൊണ്ടുണ്ടായതാണ്? എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ഈ അജ്ഞാനത്തിൽ നിന്നും ഉൽപ്പന്നമായിരിക്കുന്ന ഈ അന്ധകാരത്തെ, ഈ ഇരുട്ടിനെ അങ്ങ് എന്ത് ചെയ്യുക? സംഭാവ്യമാവേന അന്ധം പ്രപന്ന, ഇല്ലാതാക്കി തന്നാലും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിഷയങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ വിരക്തിയെ എനിക്ക് എന്താക്കി തരിക? ബോധ്യമാക്കി തരിക എന്ന് പറഞ്ഞതാണ് ആര്? അമ്മ. എന്നിട്ട് പറയുക, തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യദ്യപാരകം സക്ഷുർജന്മനാമന്ദേ ലബ്ധം മേ ത്വദനുഗ്രഹാത്. ഇങ്ങനെയുള്ള ഈ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നതായ ആരാണ്? തമസഹ അന്ധസ്യ, ഈ അജ്ഞാനത്തിന്റെ, ഈ ഇരുട്ടിന്റെ ദുഷ്പാരസ്യ, കടക്കാൻ പറ്റാത്ത. കാരണം എന്താ? ഒരു കാലത്തും നമ്മളുടെ ഇന്ദ്രിയത്തിന്റെ ആഗ്രഹം തീരുവോ? എന്നെങ്കിലും തീരുവോ? ഇന്ദ്രിയങ്ങളെ അടക്കാൻ നമ്മളെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഒരു ഇന്ദ്രിയത്തെയും പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളെ അനുഭവിക്കുക എന്നുള്ള ഈ കാര്യം കടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം അല്ല. പാരകം, കടക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് സച്ചക്ഷു, ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി, കടക്കണം, കടന്നാലേ രക്ഷയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുള്ള സച്ചക്ഷുഹു, ശരിയായ കണ്ണ്, ചക്ഷുഹു കണ്ണ് എനിക്ക് എപ്പോഴാ കിട്ടിയത്? സച്ചക്ഷുർ ജന്മനാം അന്തേ. എപ്പോഴാ എനിക്ക് ബോധോദയം ഉണ്ടായത്? എപ്പോഴാ ഭാഗവതം പഠിക്കണം എന്നൊക്കെ തോന്നിയത്? എപ്പോഴാ? റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലും വലിയ ഗുണമൊന്നുമില്ല, എന്നും വഴക്കും കുസ്തിയ. അപ്പോഴാണ് തീരുമാനിക്കുന്ന, അവിടെ സപ്താഹമുണ്ട്, ഇനിയും പതുക്കെ കേൾക്കാൻ. ഈ കണ്ണ്, ഈ ബുദ്ധി എപ്പോഴാ ഉദിക്കുന്നത്? ചെറുപ്പത്തിൽ ഉദിച്ചില്ല. ഇതെപ്പോഴാ? അവസാന കാലത്താണ് നടത്തുന്നത്. സച്ചക്ഷുർ ആർക്കാ? ദേവകൂതിക്ക് പോലും ഉണ്ടായത് എപ്പോഴാന്നാ പറഞ്ഞത്? ഈ ജീവിത അന്ത്യത്തിലാണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ ദേവകൂതിമാരുടെ കാര്യം പറയണോ? അതുകൊണ്ട് അതും ഉണ്ടാകണമെങ്കിൽ ലബ്ധം മേ ത്വദനുഗ്രഹാത്, ഈ അവസാന കാലത്തും ഇതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ കൂടി ആരുടെ അനുഗ്രഹം വേണം? ഭഗവാന്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അടുത്തൊക്കെ എത്രയോ വീടുകളിൽ ആളുകളുണ്ട്, എന്താ കേൾക്കാൻ വരാത്തത്? അതിനും വേണം ആരുടെ അനുഗ്രഹം? അതാ പറഞ്ഞത്, ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് വന്ന് കേൾക്കാൻ സാധ്യമാകൂ. അപ്പൊ എനിക്കും മകനെ നിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ ദേവകൂതി മകനായിട്ടല്ല കണ്ടത്, ആരായിട്ടാ? സാക്ഷാൽ ഭഗവാനായി കണ്ടു കഴിഞ്ഞു.
നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ദാ ഇതുണ്ടായിരിക്കുന്നു. എന്നിട്ട് പറയാണ് യ ആദ്യോ ഭഗവാൻ പുംസാം ഈശ്വരോ വൈഭവാൻ കില. അങ്ങനെയുള്ള അങ്ങ് ആദിയിലുള്ളവനാണ്, സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സാക്ഷാൽ ഭഗവാനാണ്, ഈശ്വരനായിരുന്നു. ഇപ്പോൾ ലോകസ്യ തമസ അന്തസ്യ ചക്ഷു സൂര്യ ഇവ ഉദിത. പ്രയോഗം നോക്കുക. ഇപ്പോഴുള്ള അന്തസ്യ ലോകസ്യ തമസ, തമസ് കൊണ്ട് അജ്ഞാനം കൊണ്ട് അന്ധകാരവൃത്തിയിൽ വീണ് കിടക്കുന്ന ഈ ലോകത്തിന്റെ ഈ ആളുകളുടെ എന്തിന് ആ അന്ധതയെ ഇല്ലാതാക്കാൻ ചക്ഷുഹു സൂര്യ, ഒരു സൂര്യനാകുന്ന കണ്ണുകൾ പോലെ. എന്താർത്ഥം? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്തു മാറും? ഇരുട്ട് മാറും. അപ്പോൾ കണ്ണുകൾക്ക് വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നീ ഇവിടേക്ക് വന്നത് ജ്ഞാനസൂര്യനായിട്ടാണ്. നിന്നിൽ വരുന്ന ജ്ഞാന അഗ്നി അത് ഈ ലോകത്തിന്റെ എന്തിനെ ഇല്ലാതാക്കും? അന്ധകാരത്തെ ഇല്ലാതാക്കും. എന്നിട്ട് പറഞ്ഞ ഉദിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അസ്തമിക്കും. അപ്പോൾ നീ ആ ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ കപിലൻ എന്ന ശരീരത്താൽ ഇവിടെ വന്നിരിക്കുന്നു. നിന്റെ ഈ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്താവും? ഈ ശരീരം മറയ്ക്കും എന്നർത്ഥം. അതുകൊണ്ട് നീ ആര് തന്നെയാണ്? സാക്ഷാൽ ഭഗവാൻ ആണ്. അതുകണ്ട് പറയാണ് അതാ മേ ദേവ സമ്മോഹം അപാകൃഷ്ടം ത്വമർഹസി യോ അവഗ്രഹോഹം മമേ ഇതി ഏതസ്മിൻ യോജിതസ്ത്വയാ. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയൊരു മോഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ മോഹത്തെ ഇല്ലാതാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഈ മോഹം എനിക്ക് എങ്ങനെ ഉണ്ടായതാ? അഹം മമ ഇതി ഏതസ്മിൻ യോജിതഃ. ഏതിൽ നിന്നാ എനിക്ക് ഈ സകല മോഹങ്ങളും ഉണ്ടായത്? എൻ്റെ ഉള്ളിലുള്ള ഏതൊക്കെ കൊണ്ടാ? ഞാനും എൻ്റെ. നോക്കുക, എവിടെ നോക്കിയാലും പറയുന്ന ഇതാ, ഈ ഞാനും എൻ്റേതുവാ. ഇതുകൊണ്ട് മോഹിതക, മോഹിക്കപ്പെട്ടു. ഇത് യോജിപ്പിച്ചതാരാ എന്നിൽ? ത്വയാ, നീ തന്നെയാണ്. സൃഷ്ടി നടത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ അഹന്തത്വവും അകത്തിൽ നിന്നുണ്ടാകുന്ന മമയും മമത്താബോധം ഇതും എന്നിൽ ഉണ്ടാക്കിയത് ആര് തന്നെയാണ്? നീ തന്നെയാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ നീ തന്നെയേ ഇതെടുക്കാനും യോഗ്യനായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഞാനിനെയും എൻ്റേതിനെയും നീ ഇല്ലാതാക്കി തരണം. അതുകൊണ്ട് ഞാനിതാ അങ്ങയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആരുടെ അടുക്കൽ അപേക്ഷിക്കുകയാണ്? തൻ്റെ പുത്രൻ്റെ അടുക്കൽ ഈ ദേവഹൂതി പ്രാർത്ഥിച്ചു. ചോദ്യം കേട്ട ഉടനെ കപിലൻ്റെ മനസ്സിലായി, ഇനി ഇപ്പം വല്ല ഉപദേശിച്ചു കൊടുക്കാം. കാര്യം എന്താ? അമ്മയ്ക്ക് ഇത് ഉപദേശിച്ചു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന സമയം ആയി. അല്ലാതെ ചുമ്മാ ഒരാള് എനിക്കിപ്പം ഭാഗവതത്തിൻ്റെ തത്വം അറിയണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന വഴിക്ക് അവന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. എപ്പോഴാണ് ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്നത്? തീവ്രമായ ചിന്ത ഉള്ളിൽ വരുന്നു കഴിയുമ്പോൾ അപ്പോൾ മാത്രം ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടേ പ്രയോജനം ഉള്ളൂ. അല്ലെങ്കിൽ ഇതിലേ കയറി ഇതിലേ പോകും. അതുകൊണ്ട് ഇപ്പം മനസ്സിലായി മകന് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള സമയമായി. ഉടനെ ഇവിടെ പറയുന്നത് കപില ഉവാച എന്നല്ല. അതാണ് രസം. ശ്രീ ഭഗവാൻ ഉവാച. 2 3 സ്ഥലത്തേ ഉള്ളൂ. ദശമസ്കന്ധത്തിൽ പോലും ശ്രീകൃഷ്ണ ഉവാച എന്ന് പറയത്തുള്ളൂ. 2 സ്ഥലത്താ. അതിലൊന്നാമത്തെ സ്ഥലം യശോദ മണ്ണ് വാരി തിന്നപ്പം വാ പൊളിയിടാന്നു ഇല്ലേ? വാ പൊളിച്ചു. അപ്പം അമ്മ പറഞ്ഞു നീ മണ്ണ് വാരി തിന്നോടാന്ന് ചോദിച്ചിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞില്ല. അവസാനം വടിയെടുത്ത് തല്ലാൻ ഒരുങ്ങി. അപ്പോൾ പറഞ്ഞു ഞാൻ മണ്ണൊന്നും മാരി തിന്നിട്ടില്ല, തിന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ തിന്നില്ല എന്ന് പറഞ്ഞത് എന്തോന്നാ? കള്ളവാ. അപ്പോൾ ഭഗവാന് കള്ളം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണന് കള്ളം പറയാം.
അതുകൊണ്ട് അവിടെ വ്യാസൻ ശ്രീകൃഷ്ണ ഉവാച എന്നാ പറഞ്ഞത്. ഇത്ര ബുദ്ധിയാ ഉപയോഗിച്ചത്. ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ പാളി. അതുകൊണ്ട് അവിടെ മാത്രം എന്ത് പറഞ്ഞു? ശ്രീകൃഷ്ണ പോലെ. ശ്രീകൃഷ്ണൻ എത്ര വേണേലും കള്ളം പറയാം, ജീവിതത്തിൽ മുഴുവൻ അത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഈ കള്ളം ആര് പറഞ്ഞു? അതാണ് വ്യത്യാസം. ഇവിടെ നോക്കുക, കപിലവാച എന്നല്ല പറയുന്നത്. അതാണ് ഓരോ വാക്കിൽ പോലും വലിയൊരു സിദ്ധാന്തമാണ് വ്യാസൻ വെക്കുന്നത്. ശ്രീ ഭഗവാൻ ഉവാച എന്താ പറഞ്ഞത്? യോഗാധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ ആത്മൻ അത്യന്തോ വരതിര്യത്ര ദുഃഖസ്യജ സുഖസ്യജ. അമ്മയോട് പറയാണ്, അമ്മേ മേ മതഃ, എൻ്റെ അഭിപ്രായത്തിൽ ഒരുവൻ ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ ആദ്യം പോകേണ്ടുന്ന വഴി യോഗത്തിൻ്റെ വഴിയാണ്. യോഗത്തിൻ്റെ വഴി. എന്താണ് യോഗം? യോഗത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ എന്താ യോഗം? NSS അവിടെ ഒരു യോഗം ഉണ്ടല്ലോ, കരയോഗം. SNDP-കാരാണെങ്കിലോ SNDP യോഗം. നമ്പൂരിമാരാണെങ്കിലോ യോഗക്ഷേമം അല്ലേ? എല്ലായിടത്തും യോഗമാണ്. എന്താ അർത്ഥം? കൂട്ടായ്മ. ആട്ടെ, കൂടണമെങ്കിൽ മിനിമം എത്ര എണ്ണം വേണം? മിനിമം മനസ്സിലായില്ല. മിനിമം എത്ര എണ്ണം വേണം? രണ്ടോ അതിൽ കൂടുതലാവുമ്പോഴാണ് കൂടിച്ചേരലുണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് എന്നാ കൂടിച്ചേരുവോ? ഭാര്യയും ഭർത്താവും കൂടെ യോജിച്ചു എന്നാ പറയാ. അപ്പൊ രണ്ടാ. അപ്പൊ എന്തായി? യോഗത്തിന് രണ്ട് കാര്യങ്ങൾ വേണം. ഇവിടെ പറഞ്ഞത് ആധ്യാത്മിക യോഗത്തിന്റെ വഴിയെ പോകാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആധ്യാത്മികം എന്താണെന്ന് ആദരിക്കണം. എന്താ ആധ്യാത്മികം? ഇന്നലെ പറഞ്ഞ മനസ്സ് ഈശ്വരനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആധ്യാത്മികം. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ, മനസ്സും ഈശ്വരനും. അപ്പോൾ ഏതുപോലാണോ മനസ്സ് ഈശ്വരനോട് ചേർന്നിരിക്കുന്നത് അവിടെയാണ് ഏതുള്ളത്? ആധ്യാത്മികത. അപ്പൊ അമ്മയോട് പറഞ്ഞത് എന്താ? അമ്മേ, ഇനിയുള്ള കാലം അമ്മ എന്ത് ചെയ്യണം? അമ്മയുടെ മനസ്സെപ്പോഴും ആരിൽ വെക്കണം? ഈശ്വരൻ. അതാണ് യോഗ ആധ്യാത്മിക പുംസാം. ഏതിനു വേണ്ടി? നിശ്രേയസായ. പരമപദത്തിൽ എത്തണമെങ്കിൽ, മോക്ഷപദത്തിലേക്ക് ഒരുവൻ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് സർവദാ തൻ്റെ മനസ്സ് ആരിൽ വെക്കണം? ഈശ്വരനിൽ വെക്കണം. അപ്പോളോ അത്യന്ത ഉപരതിയത്ര. കാരണം നമ്മുടെ മനസ്സെല്ലാം സർവദാ എവിടാ വ്യാപരിക്കുന്നത്? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളോട് കൂടി ചേർന്നിരിക്കുന്ന ഗുണങ്ങളോടും കൂടി സമ്മിശ്രമായിട്ട് ആ വിഷയങ്ങളിലാണ്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ. ഈ വിഷയങ്ങളിലാണ് ഇന്ദ്രിയങ്ങൾ മൂലം നമ്മൾ വീണുപോയിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ മനസ്സുകൊണ്ട് ഈശ്വരനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ അത്യന്ത ഉപരതികീയത്ര. ഈ വിഷയങ്ങളിൽ നിന്നും എനിക്ക് ഉപരതി എന്നാ പറഞ്ഞത്, വിടുതൽ എന്നർത്ഥം. താല്പര്യമില്ലായ്മ കുറേശ്ശെ കുറേശ്ശെ തുടങ്ങും. അപ്പോൾ എന്താ ഗുണം? ദുഃഖസ്യജ സുഖസ്യജ. ദുഃഖത്തിൽ നിന്നും എനിക്ക് ഉപരതി ഉണ്ടാവും, അതോടൊപ്പം തന്നെ സുഖവും. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോ എങ്ങനെ ഒരു സുഖമുണ്ടായാൽ അങ്ങ് പൊങ്ങിപ്പോവുക അല്ലേ? ദുഃഖം വന്നാലോ തളർന്നു പോവുക. നേരെ മറിച്ച് ഏതൊരുവനാണോ പൂർണ്ണമായിട്ടും മനസ്സ് ഈശ്വരനിൽ വെക്കുന്നത്
സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടിനെയും ഒരുപോലെ കാണാൻ പറ്റും. സുഖവും ദുഃഖവും അനുഭവകാലം. പോയാൽ സമം ഇക. സമം എന്ന വാക്കിന് അർത്ഥം എന്താ? ഈശ്വരൻ എന്നാണ്. സമസർവേഷു ഭൂതേഷു ഗീത. സകലത്തിലും സമത്വത്തെ കാണണം, സമഭാവന കാണണം. എന്താ അർത്ഥം? സകലത്തിലും കുടികൊള്ളുന്നത് ഈശ്വരനാണ്. അപ്പോ ആരുടെ മനസ്സാണോ സർവദാ ഈശ്വരനിൽ തന്നെ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നവരുടെ മനസ്സിൽ സുഖവും ദുഃഖവും എന്താവും? ഒരുപോലെ കാണും. അതുകൊണ്ട് ഈ മനസ്സിനെ എപ്പോഴും എവിടെ വെക്കണം? എന്തെളുപ്പമാ പറഞ്ഞപ്പം. നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മനസ്സിനെ വെക്കാൻ പോവാ. ആട്ടെ, എത്ര സമയം വെക്കാൻ പറ്റും? കാരണം മനസ്സിനെ അങ്ങനെ നിർത്താൻ പറ്റില്ല. ബാക്കി ഏതിനെയും നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദിബലവദൃഢം തസ്യാകം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. കൊടുങ്കാറ്റിനെ ഞാൻ പിടിച്ചു നിർത്താനാ പറഞ്ഞത്. പിന്നെയോ മണൽ പിരിച്ച് എണ്ണയുണ്ടാക്കാം. പക്ഷേ ഏതു മാത്രം എന്നോട് പറയില്ലേ. ഇപ്പം നമ്മൾ ഈ മനസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങോട്ടും പോകല്ലേ, ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരാൾ തൊഴാൻ വന്നാൽ നമ്മളെല്ലാവരും ആരെ നോക്കും? കാരണം എന്താ? ഇതാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശാസ്ത്രത്തിൽ പറയും, മനസ്സെന്ന് പറയുന്നത് കടലിലെ തിരമാലകൾക്ക് തുല്യമാണ്. കടലിലെ തിര ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. ആ കടലിൽ ചെന്നിട്ട് കടലിലെ ആദ്യത്തെ തിര ഏതാന്ന് പറയാവോ? അവസാനത്തെ? എന്നാ അതൊക്കെ വിട്ടേര്. ഇന്ന് മനസ്സിൽ ആദ്യം ചിന്തിച്ചത് എന്താണെന്നൊന്ന് പറയാവോ? അതും വേണ്ട. ഇന്നത്തെ അവസാനത്തെ ചിന്ത എന്ന് പറയാവോ? പറയാൻ. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയും, മനസ്സെന്ന് പറയുന്നത് അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അതിനാദിയുമില്ല അന്തവുമില്ല മനസ്സിന്. അതുകൊണ്ട് പറയും, നമ്മുടെ മനസ്സ് മരത്തിൽ ചാടുന്ന കുരങ്ങനെ പോലെയാണ്. കുരങ്ങൻ എങ്ങനെയാ? ഒരു കൊമ്പിച്ചാടും, അടുത്ത നിമിഷം ഒരിടത്തും അടങ്ങി നിൽക്കില്ല എന്നർത്ഥം. അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് എവിടെ കൊണ്ടുവരണം? ഭഗവാനെ കൊണ്ടുവരണം. എങ്ങനെ സാധിക്കും? നടക്കുമോ? പക്ഷേ നടക്കാം. എങ്ങനെ? നിരന്തരമായ അഭ്യാസം കൊണ്ട്. ആരുടെ നേർക്ക് വരണം? മനസ്സ്. അപ്പോൾ എപ്പോഴാണോ ഒരുവന്റെ മനസ്സ് ഈശ്വരന്റെ നേരെ സ്ഥിരമായി നിൽക്കുന്നത്, അപ്പോൾ അവന്റെ സുഖവും ദുഃഖവും അവനോട് എന്തുപോലാവും? ഒരുപോലെ ആകും. തിരിച്ചും പറയാം, എപ്പോഴാണ് ഒരാൾ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണുന്നത്, അപ്പോൾ ആ ആളിൻ്റെ മനസ്സ് ആരുടെ നേരെ വരും? ഇങ്ങനെ രണ്ടും വരാം. റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോകരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് മാത്രമേ ഉള്ളൂ. വലതുവശത്തുകൂടി പോകണം എന്നൊരർത്ഥമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ രണ്ടു തരത്തിൽ വേണം. എപ്പോഴാണോ മനസ്സ് ഈശ്വരന്റെ നേർക്കിരിക്കുന്നത്, അപ്പോൾ സുഖവും ദുഃഖവും ഒരുപോലെ. തിരിച്ചും പറയാം, എപ്പോഴാണോ ഒരുവൻ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണുന്നത്, അപ്പോൾ അവന്റെ മനസ്സ് ആരിലിരിക്കും? എളുപ്പം മനസ്സിലാക്കാൻ പറയാം. പണ്ട് റേഷൻ കടകളിലൊക്കെ നമ്മൾ പോയിട്ടില്ലേ? പണ്ട്, ഇപ്പോഴും ഇതൊന്നുമില്ല. അവിടെ റേഷൻ കടയിൽ ചെന്നിട്ട് 10 കിലോ അരി മേടിക്കാൻ ചെന്നതാ. ഈ 10 കിലോ അരി മേടിക്കാൻ നേരത്തെ കാർഡ് കൊടുത്തു, പൈസയും കൊടുത്തു. ഇയാൾ എന്ത് ചെയ്യും? സഞ്ചി എടുത്ത് വെച്ചിട്ട് 10 കിലോയുടെ കട്ടി ഒരിടത്തിലും, എന്നിട്ടോ അരി ഇങ്ങനെ പല പ്രാവശ്യം കോരിയിടും. ചിലപ്പോൾ കൂടിപ്പോവും, എടുക്കും, പിന്നെ ഇടും, പിന്നെ എടുക്കും. അവസാനം ഇത് 10 കിലോ അരി ആയെന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത്?
ത്രാസ് എനിക്കതൊന്നും അറിഞ്ഞാൽ പോരെ, എവിടെ നോക്കുമെന്ന് അറിയണ്ട. എവിടെ നോക്കിയാൽ അത് കൺഫേം ചെയ്യും. ആ സൂചി എവിടെ ഇരിക്കുന്നത്? മേളിലേക്ക് നോക്കും അല്ലേ? അപ്പം മേളിലേക്ക് നോക്കുമ്പോൾ തട്ട് രണ്ടും ഒരുപോലെ. അപ്പൊ തട്ട് രണ്ടും ഇപ്പൊ ഒരുപോലെ ആകാത്തതിന്റെ കാര്യം എന്താ? മേളി നോക്കാത്തോണ്ടാ. അതുകൊണ്ടാ പഴയുള്ള അപ്പൂപ്പന്മാര് പറയുവല്ലേ കുന്തളിക്കുമ്പം, എടാ വേളിൽ ഒരുത്തൻ ഇരിപ്പുണ്ടെന്നുള്ള പറയാറില്ലേ? അതാ കാര്യം, മേളിലാണ് ഇരിക്കുന്നത്. ആ മേളിലെ നോക്കിയിട്ടാണ് ഈ തട്ടിനെ രണ്ടിനെ ഒരുപോലെ ആക്കിയതെങ്കിൽ മേളിൽ രണ്ട് സൂചിയില്ലേ? ഒരു വലിയ സൂചിയുമുണ്ട്, ഒരു ചെറിയ സൂചിയുമുണ്ട്. ചെറിയ സൂചി അനങ്ങത്തില്ല, അത് കോൺസ്റ്റന്റാ, ഉറച്ച് ഇരിക്കുന്ന സൂചിയാ. താഴെയാണ് ആരിയ്ക്കുന്നത്? വലിയ സൂചി. ആ സൂചിയുടെ പ്രത്യേകത എന്താ? അത് ഇങ്ങോട്ട് ആടും ഇങ്ങോട്ട് ആടും, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സൂചിയുണ്ട്, ഉറച്ചിരിക്കുന്ന സൂചിയുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ഉറപ്പിച്ചത്? ആടിക്കൊണ്ടിരിക്കുന്ന സൂചി എപ്പോഴാണോ ഉറച്ചിരിക്കുന്ന സൂചിയുടെ നേരെ വന്നത് അപ്പോൾ തട്ടു രണ്ടും സമം. തിരിച്ചും പറയാം, എപ്പോഴാണോ തട്ടു രണ്ടും സമമായത് അപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന സൂചി ഏത് സൂചിയുടെ നേരെ വന്നു? ഇനി നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ മതി. ആടിക്കൊണ്ടിരിക്കുന്ന സൂചി ഏതായിരിക്കും? നമ്മുടെ മനസ്സ്. ഉറച്ചിരിക്കുന്ന സൂചി ഭഗവാൻ. ആ മനസ്സാകുന്ന സൂചി ഉറച്ചിരിക്കുന്ന സൂചിയുടെ നേരെ വന്നു കഴിയുമ്പോൾ തട്ട് രണ്ടും. അവിടെ കട്ടിയും പഞ്ചസാരയും ഇട്ടാ പോരാ. ഒരു തട്ടിൽ സുഖം, ഒരു തട്ടിൽ ദുഃഖം. സുഖം സുഖേ ദുഃഖേ സമേ ഭൂത്വ ലാഭാലാഭോ ജയാജയൗ എന്ന് ഗീത. ഇനിയും വേറൊരു കാര്യം പറയും രണ്ടാമത്തെ അധ്യായത്തിൽ, സമത്വം യോഗ ഉച്യതേ പറയാറില്ലേ? ഗീത സാങ്ക്യയോഗം പറയാ. കാരണം ഇതും പറയുന്ന സാങ്ക്യവാ, അതുകൊണ്ടാ സമത്വം യോഗ ഉച്യതേ. ഈ രണ്ട് ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ കാണുന്ന ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യോഗം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തായി? അമ്മ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഏതുപോലെ കാണണം? ഒരുപോലെ കാണണം. നേരെ മറിച്ച് നമ്മുടെ അവസ്ഥ എങ്ങനാ? സുഖമുണ്ടാകുമ്പോൾ പൊങ്ങിപ്പോകുന്നു, ദുഃഖമുണ്ടാകുമ്പോൾ വീട് പോകും. സുഖം ആയിക്കോട്ടെ, ദുഃഖം അതും എൻ്റെ ഭാഗം. രണ്ടിനെയും ഒരുപോലെ കണ്ടാൽ മനസ്സ് എവിടെ ഇരിക്കും? ഈശ്വരനിൽ. അല്ലെങ്കിൽ ഈശ്വരനിൽ മനസ്സ് പൂർണ്ണമായി ഉറപ്പിച്ചവർക്ക് സുഖവും ദുഃഖവും ഒരു വിഷയമേ അല്ല. ആദ്യത്തെ പോയിന്റ് അതാ. എന്ത് ചെയ്യണം? നമ്മളും മനസ്സ് ഭഗവാനിൽ വെക്കണം. അങ്ങനെ വെച്ച് ഈ വിഷയങ്ങളിൽ നിന്ന് ഉപരതി ഉണ്ടായി പൂർണ്ണമായിട്ട് പരമപുരുഷനായിരിക്കുന്ന ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുമ്പോൾ സുഖത്തെയും ദുഃഖത്തെയും നമുക്ക് നേരിടാൻ ഒരേപോലെ നേടാൻ സാധിക്കും. എന്നിട്ട് തമിമം തേ പ്രവക്ഷ്യാമി യം അവോചം പുരാനകേ. ആ അവസ്ഥയെ പറ്റി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. പുരാനകെ, ഇതിപ്പോ പറയുന്നതല്ല, പണ്ടേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? സാങ്ക്യയോഗം ഇപ്പോഴല്ല പറയുന്നേ, ഇതിനു മുമ്പേ. ആർക്ക്? ഋഷീണാം ശ്രോതുകാമാനാം. പണ്ടേ ഞാൻ ഇത് ആഗ്രഹിച്ചിരുന്ന ഋഷിമാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ. മറഞ്ഞുപോയിരിക്കുന്ന പുരുഷ പ്രകൃതി ബന്ധങ്ങളെ പറ്റി പറയുന്നതിനായിട്ട് ഞാൻ അവതരിക്കുമെന്ന. അപ്പൊ പണ്ടേ ഇത് ഭഗവാൻ ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. കാലാന്തരത്തിൽ ഈ സാങ്ക്യയോഗം എന്ന് പറയുന്ന ശാസ്ത്രം മൺമറഞ്ഞുപോയി. അതിനെ വീണ്ടും പുനർജനിപ്പിക്കാനാണ് ആരവതരിച്ചിരിക്കുന്നത്? കപിലൻ എന്നർത്ഥം. അതാണ് ഋഷീണാം ശ്രോതുകാമാനം യോഗം സർവാംഗ നൈപുണം. ആ യോഗത്തെ സകല അംഗങ്ങളോടും കൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഏതാ യോഗത്തിന്റെ അംഗങ്ങള്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, നീഹാര, ധാരണ, ധ്യാന, സമാധി. ഈ അംഗങ്ങളോടുകൂടി ഞാൻ പണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അമ്മയ്ക്ക് ഒന്നുകൂടി ലഘുവായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് പറയുകയാണ്, ചേതക്കൽവസ്യ ബന്ധായ മുക്തയേജാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. പറയുകയാണ്,
നമുക്ക് ഈ സകല വിഷയങ്ങളോടും ബന്ധനം ഉണ്ടാകാനുള്ള കാരണം എന്താ? ആരാ? മനസ്സാ. അതേ മനസ്സ് തന്നെയാണ് ഏതിനും? മുക്തിക്കും. ഇപ്പൊ രണ്ടിനും ആരാണ് കാരണക്കാരൻ? മനസ്സ് ബന്ധനത്തിനും കാരണമാകുന്നു, മുക്തിക്കും കാരണമാകുന്നു. എപ്പോൾ ഇത് ബന്ധനത്തിലേക്ക് പോകുന്നു? മനസ്സ് ഇന്ദ്രിയങ്ങളോടുകൂടി ചേർന്ന് കഴിയുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ അത് ബന്ധനത്തിന് കാരണമാകുന്നു. അതേ മനസ്സ് തന്നെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നും അകന്നിരിക്കുമ്പോൾ അത് ഏതിനും കാരണമാകുന്നു? മോക്ഷത്തിനും കാരണമാകുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണക്കാരൻ ആരാ? മനസ്സ്. ഒരാളോട് ചോദിച്ചു, സപ്താഹത്തിന് കേൾക്കാൻ വരുന്നോ? അയ്യോ, വരണം എന്നൊക്കെ ഉണ്ട്, പിള്ളേരും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടുന്ന് പോരാൻ പറ്റില്ല. കാരണം എന്താ? മനസ്സുകൊണ്ട് ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കത്തില്ല എന്ന് നമ്മൾ അങ്ങ് അല്ലേ പറയല്ലോ. അയ്യോ, ഞാൻ വീട്ടിലില്ലെങ്കിൽ അവിടെ പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ, പിന്നെ എങ്ങനെയാ വന്നത്? അപ്പം മനസ്സ് അതിലേക്ക് എന്തായിപ്പോയി? ഒട്ടിപ്പോയി. ഈ ഒട്ടൽ എന്ന് തീരുന്നോ അന്നേ മോക്ഷമുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരോട് പറയും, നിങ്ങൾ അധികം ഒട്ടരുത്. കണ്ടാൽ ഒന്നാം തരം ഗൃഹസ്ഥനായിട്ട് കടമകൾ അംഗീകരിച്ച് ചെയ്തുകൊണ്ട് നിൽക്കണം. പക്ഷേ അതിൽ നിന്നും അല്പം വിട്ടു നിൽക്കണം. അല്ലാണ്ട് ഈ വഴിയിൽ വരാമെന്ന് ആരും ചിന്തിക്കണം. ഒരു ധാരണയാ, ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും മറ്റുള്ളവരാരും ജീവിക്കത്തില്ല. തോന്നല് മാത്രം. ഇനി ആരും അങ്ങനെ പറയണ്ട. പണ്ട് ഞാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് സംസ്കൃത പഠനം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക, ജോലിയുമില്ല, ഒരു തൊപ്പിയില്ല. പെൻഷൻ അച്ഛൻ കിട്ടുമ്പം 1-ാം തീയതി 2-ാം തീയതി എന്ന് കൂടെ കൊണ്ടുപോകും. പെൻഷൻ മേടിച്ച് SBIന്ന് കാശ് മേടിച്ച് കഴിയുമ്പോൾ ഓരോ മാസവും ഞങ്ങൾക്ക് 2 പേർക്ക് അലോട്ട്മെൻ്റ് ഉണ്ട്. 1000 രൂപ വെച്ച് തരും. ഇത് മേടിക്കും. ഓരോ തവണ തരുമ്പോഴും പറയും, എടാ ഞാനില്ലാതായ നിൻ്റെയൊക്കെ അവസ്ഥ എന്താവും എന്ന് ചോദിക്കുമായിരുന്നു. എന്നാലും പൈസ തരും, അത് വേറെ കാര്യം. അങ്ങനെ കഴിഞ്ഞു. പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് പെട്ടെന്നൊരു ദിവസം ആര് മരിക്കുക? അച്ഛൻ മരിച്ചു. ജോലിയില്ല. വല്ലപ്പോഴും ആണ്ടിനും ചങ്ങനാതിക്ക് അന്നൊന്നും ഇത്ര സപ്താഹമില്ല. ആണ്ടിനും ചങ്ങനാതിക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് അവരുടെ കൂടെ സപ്താഹത്തിന് ഉമ്മ പോയി എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെ വരും. വല്ലപ്പോഴും കിട്ടുന്നത്. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടി, പോകാൻ തുടങ്ങി. ഇതെല്ലാം ചെയ്തു. അന്നത്തെ അച്ഛൻ്റെ ചിന്തയും എൻ്റെ ഇന്നത്തെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടോ? വെറുതെ മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടിയതല്ലാതെ അന്നത്തേക്കായാലും സുഖമായിട്ട് ഇന്നാര് കഴിയുന്നു? നമ്മൾ. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മളാരും ഇല്ലെങ്കിലും പണ്ട് പറയുകയല്ലേ, കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. യാതൊരു സംശയമില്ല. ഇതൊക്കെ നമ്മളുടെ വെറും തോന്നലാണ്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് സകല കർമ്മങ്ങളും ചെയ്യണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ചെയ്യുമ്പോഴെല്ലാം അതിൽ നിന്നും വിടുതൽ വേണം. അതിന് രാമകൃഷ്ണ ദേവൻ, ശ്രീരാമകൃഷ്ണ പരമഹംസര് ഗൃഹസ്ഥന്മാർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഈ ബന്ധനത്തിൽ നിന്നും എങ്ങനെ മുക്തരാവാം, അങ്ങനെ പറ്റും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഗൃഹസ്ഥൻ സംശയം ചോദിച്ചു, ഭഗവാനെ ഞങ്ങൾ എങ്ങനെ കഴിയാൻ പറ്റും ഞങ്ങളെ കൊണ്ട്? ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ കഴിയേണ്ടത് കൊട്ടത്തേങ്ങ പോലാന്ന്. എന്ത് തേങ്ങയാ? കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത എന്താ? പുറമേ നോക്കുമ്പോൾ നല്ല തേങ്ങയാ, എന്നിട്ടോ കയ്യിലെടുക്കുമ്പോഴോ കുടുക്കുമ്പോൾ ഇത് കുടുകുടി വെക്കും. എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ നിന്നും വിട്ട കാണുന്നവർക്ക് ഇതുപോലെ വീട്ടിൽ കഴിയണം എന്നാ പറഞ്ഞത്. കാണുന്നവർക്ക് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ, പക്ഷേ മനസ്സുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് അല്പം വിട്ട് നിൽക്കണം. പക്ഷെ ഇപ്പം നമ്മുടെ കഴിപ്പ് അങ്ങനെ
കൊട്ടത്തേങ്ങയാണോ അതോ വെടലത്തേങ്ങയാണോ? ഭാര കൊണ്ട് കൊത്തിയ പറഞ്ഞു പോരത്തില്ല. കാരണം എന്താ? ഒട്ടിപ്പോയി. അങ്ങനെ പാടില്ല. ഇത്തിരി വിടുതലോടുകൂടി തന്നെ കഴിയണം. മറ്റൊരു സന്ദർഭത്തിൽ പറയും എങ്ങനെയാ കഴിയേണ്ടതെന്ന്. മെഴുക്കുരട്ടി പോലെ കഴിയണമെന്ന്. എന്താ മെഴുക്കുരട്ടിയുടെ പ്രത്യേകത? ഇനിയിപ്പം മെഴുക്കുരട്ടിയുടെ കാര്യമല്ലേ, ചക്കയായല്ലോ. വീടുകളിലൊക്കെ മെഴുക്കുരട്ടിയാണ്. ഈ മെഴുക്കുരട്ടിയും അവിയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? അവിയലിന്റെ മുരിങ്ങക്കോൽ എടുത്താൽ അതിൻ്റെ കൂടെ കുറെ അരപ്പൂടെ പൊങ്ങി വരും അല്ലേ? മെഴുക്കുരട്ടിയുടെ ഒരു കഷ്ണം എടുത്താലോ ആ ഒരു കഷണമേ വരുള്ളൂ. ഇവർ പരസ്പരം യാതൊരു ബന്ധവും ഇല്ല. ഇതേപോലെ വേണം വീട്ടിൽ കഴിയാൻ. ഏതുപോലെ? അപ്പൊ ഇനിയും തൊട്ട് വീട്ടിൽ മെഴുക്കുരട്ടി വെക്കുമ്പോഴെങ്കിലും ഓർക്കുക, എന്താ? ഇതേപോലെ വേണം ഭഗവാനെ എവിടെ കഴിയാൻ. ഇനി അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിലേക്ക് ഗണപതി ഹോമത്തിന് കൊട്ടത്തേങ്ങ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടുക്കണം. കുടുക്കിയിട്ടും ചിന്തിക്കണം, ഇതുപോലെ വേണം ഞാൻ എവിടെ കഴിയാൻ, വീട്ടിലും കഴിയാൻ. അപ്പോ മനസ്സാണ് ബന്ധനത്തിനും കാരണം, മോക്ഷത്തിനും ആര് തന്നെയാണ് കാരണക്കാരൻ? ഈ മനസ്സാണ്. ബന്ധനത്തിൽ വരുമ്പോൾ എനിക്ക് എന്ത് ചിന്ത വരും? അകം മമ അഭിമാനഃ, ഞാനെന്നും എന്റേതെന്നും. അകം മമാഭിമാനോത്തൈ കാമലോപാധിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം പരം. എന്താ പറഞ്ഞത്? അകം മമാഭിമാന ഉത്തൈ. ഈ ബന്ധനം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്ത വരും. അന്നേരം എന്നിൽ എന്തുണ്ടാവും? ആദ്യം ഉണ്ടാകുന്നത് കാമം, പിന്നെ ലോഭം, ക്രോധം, മതം, മാത്സര്യം. ഇതെങ്ങനെയാ വരിക? ഉദാഹരണം പറയാം. ഞാൻ വഴിയെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 100 രൂപ കിടക്കുന്നു. എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു തോന്നൽ, ഞാനും ഒരു തോന്നൽ വന്നു, എൻ്റേത്. അപ്പൊ എനിക്ക് എന്തെടുക്കണം? ഈ 100 രൂപ എൻ്റേത് ആക്കണം. എൻ്റേതാക്കണ്ട എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ രൂപ എടുക്കാൻ പോകുമോ? അത് ആരുടെയും ആട്ട്, വേണ്ടവർ കൊണ്ടുപോട്ടെ എന്ന് വെച്ചാൽ ഇല്ല. അപ്പം ഞാനെന്നുള്ള ആളവിടെ വന്നു. ആ ആളിൽ നിന്നും ആ രൂപ ആരുടെ ആക്കണം? എൻ്റേതാക്കണം എന്നുള്ള ചിന്ത വന്നു ഞാൻ വന്നപ്പോൾ. അപ്പം എന്നിൽ നിന്നും ആഗ്രഹമുണ്ടായി, എന്ത്? ഈ പണം എടുക്കണം. അന്നേരമാണ് എന്നേക്കായി മുമ്പേ ആടിച്ചു പറഞ്ഞൊരു ചെറുക്കൻ സൈക്കിളേൽ ഇങ്ങോട്ട് വന്നൊരു കൊച്ചു പയ്യൻ. ഞാൻ കുനിഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ 100 രൂപയും ചൂണ്ടിക്കൊണ്ട് അങ്ങ് പോയി. അപ്പൊ പിന്നെ എനിക്ക് ആ കൊച്ചനോട് തോന്നുന്നത് എന്താ? ദേഷ്യമാണ്. അപ്പൊ കാമത്തിൽ നിന്ന് എന്തുണ്ടായി? ദേഷ്യം. നേരെ മറിച്ച് എനിക്ക് വേണ്ട, ആരെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ആ കൊച്ചനോട് ദേഷ്യം ഉണ്ടാവുമോ? അപ്പൊ ക്രോധം ഉണ്ടായി. അപ്പോഴാണ് ആലോചിച്ചത്, എങ്ങനെയും അവന്റെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിക്കണം. അതിന് ഞാൻ ഇല്ലാത്ത പണി ഒപ്പിക്കും. എന്താ? അവനെ വിളിച്ചിട്ട് പറയും, നിനക്ക് 2 നോട്ട് അങ്ങോട്ട് തരാം, 1 നോട്ട് എനിക്ക് എന്നേക്കാൻ പറയും. അവന് ഇതിന്റെ വാല്യൂ ഒന്നും അറിയില്ല. 2 10 രൂപ നോട്ട് അങ്ങോട്ട് കൊടുത്തു. കൊച്ചനെ സംബന്ധിച്ച് 2 എണ്ണം കിട്ടുന്നതാ നല്ലത്. അവൻ 2 എണ്ണം മേടിച്ചിട്ട് 100 രൂപ ആർക്ക് കൊടുത്തു? ഇതിന് പറയുന്ന പേരാണ് കാപട്യത്തിലൂടെ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നതിനെ ആർജിക്കാൻ ചെയ്യുന്ന ശ്രമത്തിന് പറയുന്ന പേരാ ലോഭം. ആ 100 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെയോ ഇന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാതെ ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. മോഹം. അങ്ങനെ വല്ലവൻ്റെയും കാശ് കൊണ്ട് അടിച്ചു കഴിയുമ്പോൾ പിന്നെ ആരുടെയും പുറത്ത് കയറണം. അപ്പോൾ എന്തുണ്ടാവും? മതം. നാളെയും ഈ പൈസ ഉണ്ടാവണം, അതിന് എന്തു വഴി എന്നുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റൊരുമായിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 6 ശത്രുക്കൾക്കും കാരണക്കാരൻ ആരാ? ഞാനും എൻ്റേതും. അത് മനസ്സിൽ നിന്നുണ്ടാ. എന്താണ്? അഹം മമാഭിമാനോത്തൈ കാമലോപാധിർമലൈ വീതം യഥാ. എപ്പോഴാണോ ഇങ്ങനെ ഞാനെന്നും എൻ്റേതെന്നും കാമക്രോധാദികളിൽ നിന്നും വീതം യഥാമനഃ, മനസ്സെപ്പോഴാണോ അതിൽ നിന്നും പിന്തിരിയുന്നത്,
അപ്പോൾ പിന്നെ എന്തില്ല? ശുദ്ധമാകുന്നു. അതേപോലെ തന്നെ അദുഃഖം, അപ്പൊ പിന്നെ ദുഃഖവുമില്ല, സുഖവുമില്ല. അപ്പൊ സുഖവുമില്ല ദുഃഖവുമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതാ, സുഖത്തിലും പൊങ്ങില്ല, ദുഃഖത്തിൽ തളരത്തുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏതാ? ഞാനും എൻ്റേതുമാണ്. ഒരു കൊച്ചുകുട്ടി ഇവിടെ കിടന്ന് ഓടുക, ഉരുണ്ടു വിടച്ച് താഴെ വീണു. നമ്മളെല്ലാവരും കസേരയിൽ നിന്ന് നോക്കും, അയ്യോ വീണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ശരിയായ ദുഃഖം ഉണ്ടോ? ശരിയായ ദുഃഖം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്. അതെന്തുകൊണ്ടാ? എൻ്റെ കുഞ്ഞായുണ്ട്. നമ്മുടെ കുഞ്ഞല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു മഹാത്മ്യത്തിൻ്റെ അന്ന് ഒരു മരണവാർത്ത കേട്ടപ്പോൾ 5000 പേര് മരിച്ചു എന്ന വാർത്ത കേട്ടു. വാർത്തയിൽ മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? എത്ര പേര് ദുഃഖം കൊണ്ട് കരഞ്ഞു? എത്ര പേര് കരഞ്ഞു? ആരും കരഞ്ഞില്ല. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നെങ്കിലോ കരയോ ഇല്ലയോ? അത് തന്നെയാ പറഞ്ഞത്. മറ്റു ദുഃഖങ്ങളൊക്കെ ആ ദുഃഖം നമ്മൾ കേട്ടുപോകും. എപ്പോഴാണ് വിഷമം ഉണ്ടാവുന്നത്? എന്റേതാകുമ്പോൾ. ചില സന്ദർഭങ്ങളിൽ എന്റേതാകുമ്പോൾ ഉള്ള സുഖം, അതേ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളേ. ചില സന്ദർഭങ്ങളിൽ എന്റേതായിരുന്നപ്പോൾ എനിക്കുണ്ടായ സുഖം അടുത്ത നിമിഷം അത് മറ്റൊരാളുടെ ആകുമ്പോൾ എനിക്ക് ദുഃഖവുമാവുക. ശ്രദ്ധിക്കുക, അതാ ഇവിടെ പറഞ്ഞ അദുഃഖം അസുഖം പരം. ഒരു കാലഘട്ടം വരെ എൻ്റെതായി വെച്ചിരുന്നു, അതിന്ന് മറ്റൊരുത്തൻ്റെ ആയി പോയപ്പോൾ എനിക്കതിൽ നിന്ന് സുഖമല്ല, ദുഃഖം. ഞാൻ ഉദാഹരണം പറയാം, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ അച്ഛനും അധ്യാപകനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ലക്ഷദ്വീപില് മലയാളത്തിൻ്റെ കരിക്കുലം തയ്യാറാക്കാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്നാണ് പോകുന്നത്. ആ ഒരു ടീമിൽ അംഗമായിരുന്നു. അങ്ങനെ അവിടെ പോയി ഇതേപോലെ വെക്കേഷൻ സമയത്ത് കപ്പൽ കയറി ലക്ഷദ്വീപിൽ ചെന്ന് അവിടുന്ന് എന്താ പറയുക, ഗവൺമെൻറ് വിട്ടിട്ട് അവിടെ പോയി അവിടുത്തെ കരിക്കുലവും അവിടുത്തെ പാഠപുസ്തകത്തിൻ്റെ സിലബസും അവരുടെ അന്ന് അച്ഛൻ്റെയൊക്കെ സീനിയറായിരുന്ന ഒരു അധ്യാപകൻ എഴുതിയതായിരുന്നു. പണ്ട് 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച, അച്ഛൻ എന്നോട് ഇന്നും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു പദ്യമുണ്ടായിരുന്നു. റാഗിപ്പറക്കുന്ന, കേട്ടിട്ടുണ്ടോ? റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടലിൽ തിര കണ്ടു കപ്പൽ കണ്ടു. ഇല്ലേ? പൂക്കുന്നിരാമുല്ല, അച്ഛൻ പഠിപ്പിച്ചതാ. പൂക്കുന്നിരാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന ശോകമല്ല, പൂക്കുന്ന ശോകം. പിന്നെ പൂക്കുന്ന തേന്മാവ്, അല്ലേ? പിന്നെന്താണ്? വേലിയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ ആ പദ്യം ഞാൻ ഓർക്കുന്നില്ല, പണ്ട് പറഞ്ഞതാ. ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെയാ. എന്താ കാര്യം? ഒരു കുട്ടിയുടെ കാഴ്ചയെ കൊണ്ടുപോവുക. നമ്മൾ പറയും പൂക്കുന്നു മുല്ല, ആ മുല്ല പൂത്തു എന്നാ പഠിപ്പിക്കുന്നത്. പക്ഷെ അവരുടെ ഉദ്ദേശം അതല്ലായിരുന്നു. പൂക്കുന്നിതാ മുല്ല, മുല്ല പൂക്കുന്നത് എവിടാ? മിറ്റത്താ ആണോ ചെടി വച്ചിരിക്കുന്നത്? പൂക്കുന്നിലഞ്ഞി, ഇലഞ്ഞു മരം നിൽക്കുന്നത് എവിടാ? കല്ലുവരിക്ക് വെളിയില. അപ്പൊ കുട്ടിയുടെ കാഴ്ച ഇവിടെ നിന്ന് അടുത്തയിലേക്ക് പോയി. പൂക്കുന്ന അശോകം, അശോകം ചില വലിപ്പമുള്ള മരമായിട്ട് ഇത്തിരി മാറ്റിയ പറമ്പിലേ വെക്കൂ. പിന്നെയോ പൂക്കുന്ന തേന്മാവ്, അങ്ങ് കയ്യാലേലാണ്. കുട്ടിയുടെ കാഴ്ച ഇതേപോലെ ചില പഠിപ്പിക്കാനായിട്ട് അവരുണ്ടായത്. കാരണം അവരന്ന് എഴുതുന്ന പുസ്തകത്തിൽ എവിടെയോ റാഗുക എന്നൊരു വാക്കുണ്ടായിരുന്നു. റാഗുക. ഇത് പഠിപ്പിക്കാൻ മാർഗമില്ല, എങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ. അതിന് അവരുണ്ടാക്കിയ പദ്യമാണ് ഏത്? റാഗിപ്പറക്കുന്ന, അച്ഛൻ പറഞ്ഞതാ, റാഗിപ്പറക്കുന്ന
ചെമ്പരുന്ത്, അതായത് പരുന്ത് ഇങ്ങനെ പറക്കും, കണ്ടിട്ടുണ്ടോ? ഇതിന് പറയുന്ന പേരാണ്, എത്ര പേർക്കറിയാം? ഇത് പഠിപ്പിക്കാനാണ് ആ പദ്യം. എന്നിട്ടോ ആ പാട്ടും ഇങ്ങനെയാ, പരുന്ത് ഇങ്ങനെ പറന്ന് ഏതാ, കടലിൽ തിര കണ്ടു കപ്പൽ, തിര ഇങ്ങനെ അറ്റത്താ, കപ്പൽ ഓടുന്നത് അവിടെ ഉൾക്കടലിൽ കൂടാ, ഇത്രയും ദൂരം പോവുക. അപ്പോ ഈ രാഗുക എന്നുള്ള പദ്യം പഠിപ്പിക്കാനായിട്ട് അന്ന് ഈ പദം പഠിപ്പിക്കാനാ. പിന്നെ കുറെ ആളുകൾ സമരം ചെയ്തപ്പോൾ, അല്ലേ, സാറിനറിയാലോ, ഇവിടുത്തെ കന്യാസ്ത്രീ അമ്മമാർ അവരെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ ഈ റാഗി പറക്കുന്ന പദ്യം എടുത്ത് മാറ്റിയത്. നമ്മുടെ ഇപ്പം എന്നാ കൊണ്ട് എഴുതി വെച്ചാലും ആരും പ്രതികരിക്കാനും ഇല്ല. ജീവനെ കുറിച്ച് എഴുതിയപ്പം ഒരു പ്രൊഫസറെ കയ്യും കാലും ദൂരെ കളഞ്ഞു, ഇല്ലേ? നമ്മുടെ തോന്നിവാസം എഴുതുന്നതിനോ? പണ്ടെങ്ങാണ്ട് ഒരു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഏതോ പുസ്തകത്തിന് പഴയൊരു മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ ചായ വന്നെന്നും പറഞ്ഞ് ആ പടം മാറ്റാൻ ഓർഡർ ഇട്ടിട്ട് പുസ്തകത്തെ ഒട്ടിക്കാൻ, ഇല്ല സാറേ, സ്റ്റിക്കർ ഒട്ടിച്ചു വിട്ടു. പക്ഷെ നമ്മുടെ തോന്നിവാസം എഴുതിയാൽ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ, പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ടാ പറഞ്ഞു. ഏതായാലും ഈ തരത്തില് അച്ഛൻ ഇതുപോലെ ലക്ഷദ്വീപിൽ പോയി, ഇതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് വന്നപ്പം 2 തെങ്ങും തൈ കൊണ്ടുവന്നു. ലക്ഷദ്വീപ് മൈക്രോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഉപ്പും ചാരവും മാത്രമേ ഇടുകയുള്ളൂ. എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഒരു കൊലയിൽ 10-200 തേങ്ങയാണ്, നല്ല വെളിച്ചെണ്ണ കിട്ടുന്നത്. ഏതാണ്ട് 9ാം വർഷമോ 10ാം വർഷമോ ഇത് കായ്ക്കും. തറ നല്ല തെങ്ങാണ്. ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തു ചെയ്യും? ഇതിന് 3 കുടം വെള്ളം കോരി ഒഴിക്കും. അന്ന് ആലപ്പുഴയില, അന്ന് ഈ പള്ളാത്തുരുത്തി നെടുമുടി പാലമൊന്നുമില്ല, കിടങ്ങറാക്കിയ പാലമുള്ളൂ. കിടങ്ങറായി ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ചങ്കാറ് കയറി എത്ര തവണ കൊണ്ടാ വണ്ടി കയറി അങ്ങ് ചെല്ലുന്നത്. പിന്നെ വക്കം വന്നപ്പോൾ ആ പാലമൊക്കെ ശരിയായത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പോകണമെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ അതിന് മുമ്പ് തന്നെ ഈ തെങ്ങിന് മുഴുവൻ എന്ത് കോരി ഒഴിക്കും? വെള്ളം. എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ പോലും അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്. ഏതായാലും ഈ തെങ്ങ് വളർന്നു വരുമ്പോഴെല്ലാം എൻ്റെ തെങ്ങെന്നും പറഞ്ഞാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഒരു മനുഷ്യരെ അതെ അടുത്ത് പോലും ചെല്ലാൻ അത്ര ശ്രദ്ധയാണ്. ഇങ്ങനെ കാലം കുറെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു ക്രിസ്ത്യാനികളായിരുന്നു. അവർ കുറെ കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം അമേരിക്കയ്ക്ക് പോയി, പിന്നാലെ ഇവരും പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടെ തിരികെ വന്നു. അപ്പം അച്ഛനെ വിളിച്ചിരുന്നു, സാറേ ഞങ്ങളുടെ വരവൊക്കെ ഇനി കണക്കായിരിക്കും, ഇനിയും പിള്ളേരുടെ പേരിൽ വസ്തുവൊക്കെ എഴുതി കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ വസ്തുവിൻ്റെ അതിരൊന്നും തിരിച്ചിട്ടില്ലല്ലോ. കാരണം ഒരുപോലെ കിടന്ന, കാരണം ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ ആളുകളുടെ വീതമായിരുന്നുണ്ട്, 5 അമ്മമാരുടെ വീതകളായതുകൊണ്ട് അതങ്ങനെ ഒരുമിച്ച് കിടക്കുക. അച്ഛൻ പറഞ്ഞു അതിനെന്താ ചെയ്തോളാം. അപ്പം ഞാൻ വില്ലേജ് പറഞ്ഞേക്കാം, അങ്ങേരോട് വരാം, സർവേയറോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, വന്നോളാൻ പറഞ്ഞു. ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞു. സർവേയർ വന്ന് ഞങ്ങളെല്ലാവരും നിൽക്കുക. സർവേയർ അന്നത്തെ ആ എന്താന്ന് പറഞ്ഞതിന് ഒരു കുറ്റിയുണ്ടല്ലോ, ആ കമ്പി അങ്ങോട്ട് ഒരൊറ്റ കുത്തിയിട്ട് അങ്ങേ അറ്റത്തും പിടിച്ചിട്ട് ഈ ചങ്ങല പൊക്കിയെടുത്ത് ഒരൊറ്റ ഇടിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പം എന്താ, ഇത്രയും നാളും ഇപ്പറേ നിന്ന തെങ്ങ് അപ്പുറത്തായിപ്പോയി. തെങ്ങ് ആരുടെയാ? അപ്പുറത്തോട്ട് പോയി. ഒന്നും സംഭവിച്ചില്ല, കേവലം ഒരു ചങ്ങല വീണപ്പോൾ. അതുവരെ എൻ്റെ തെങ്ങ് വളരണം എന്ന് മാത്രം പ്രാർത്ഥിച്ച് നടന്നയാളാ. ഞാൻ പതുക്കെ അടുത്തോട്ട് ചെന്ന് നിന്നു. എന്താ ഇപ്പോഴത്തെ ഭാവം എന്നറിയണമല്ലോ. ഞാൻ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ മണ്ടയടയ്ക്കണേ, മണ്ടരി വരണേ. ഏതിന്? തെങ്ങിന്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇത്രയും നാളും എൻ്റേതായിരുന്നത് എൻ്റേതല്ലാതായ ആ നിമിഷം എനിക്കത് സുഖം തന്നത് ഇപ്പോൾ എന്തിന് കാര്യമായി? ദുഃഖത്തിന് കാര്യമായി. അപ്പൊ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണക്കാരൻ ആരാ? തെങ്ങായിരുന്നോ അതോ എന്നിലുള്ള ഞാനും എൻ്റേതുമാണ്? അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മയ്ക്കുണ്ടാകുന്ന സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും യഥാർത്ഥ കാരണം ആരാണ്? അമ്മയിലുള്ള ഞാനും എൻ്റേതാണ്.
അതുകൊണ്ട് ഈ അഹമ്മമകളെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് നിങ്ങളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിക്കണം. ഈ ഹൃദയഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഞാനും എൻ്റേതുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി. അതോടുകൂടി ഇവന്റെ കർമ്മഫലം മുഴുവൻ തീരും. എന്നിട്ടോ പറയുകയാണ്, അങ്ങനെ ഈ ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ കണ്ടാൽ സുഖവും ദുഃഖവും ഇല്ല. അതാണ് എന്താ മുമ്പേ പറഞ്ഞു, ഈ പറഞ്ഞ എന്താണ് ഈ ത്രാസിനകത്ത് നമ്മൾ തൂക്കിയത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സ് ഭഗവാനിൽ വെച്ചാൽ ഈ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാം. ആട്ടെ, ഇതെങ്ങനെ സാധിക്കും? ഒരു കടയിൽ ചെന്നാൽ ആദ്യമായിട്ടോ രണ്ടോ ഒരാഴ്ചയോ ആയ ഒരു തൂക്കക്കാരനാ നിൽക്കുന്നെങ്കിൽ ഇയാള് എത്ര സമയം കൊണ്ടായിരിക്കും തൂക്കം കൃത്യമാക്കുന്നത്? ആദ്യം ഒന്നിടും, അപ്പൊ കൂടിപ്പോവും, അപ്പൊ തിരിച്ചിങ്ങോട്ട് എടുക്കും, വീണ്ടും ഇടും, വീണ്ടും എടുക്കും. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോഴാ ഏതിനെ തട്ടി രണ്ടും സുഖം ഒരുപോലെ ആക്കുന്നത്. നേരെ മറിച്ച് ഒരു 30 വർഷം പ്രാക്ടീസ് ഉള്ള ആളാണെങ്കിലോ അയാൾക്ക് കോരിയിൽ എടുക്കുമ്പോ അറിയാം 5 കിലോ ഒറ്റ ഇടിയിലിന് തന്നെ തൂക്കം ഒരുപോലാകും. അതുകൊണ്ട് ഈ യോഗം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? നിരന്തരമായിരിക്കുന്ന അഭ്യാസം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അഭ്യാസേന തുകൗന്ദേയ, നിരന്തരമായ അഭ്യാസം. ഈ സ്കില്ല് വളർത്താൻ നിരന്തരമായ അഭ്യാസം. സാംഖ്യയോഗത്തിൽ തന്നെ പറയും, ഏതാ? യോഗ കർമ്മസുകൗശലം. നിരന്തരമായി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള സ്കില്ലാണ് ഏത്? യോഗ. അപ്പൊ നമുക്കും ഈ മനസ്സിനെ ഏതവസ്ഥയിലേക്ക് കൊണ്ടുവരാം? ഭഗവത് പദത്തിൽ മാത്രം വെക്കുന്ന, പക്ഷേ അതിന് നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ എന്താണ്? തഥാ പുരുഷാത്മാനം കേവലം പ്രകൃതേ പരം. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള പരമപുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ, അതെങ്ങനെയുള്ളത്? കേവലം, മറ്റൊന്നില്ലാത്തത്, ഏകനായിരിക്കുന്ന ആരെ? പ്രകൃതേഹേ പരം, പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനുമായ എന്താണ്? നിരന്തരം സ്വയം ജ്യോതി, എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്നവനും, അണിമാനം ഏറ്റവും സൂക്ഷ്മമായി ഇരിക്കുന്നവനും, അഖണ്ഡിതം മുറിക്കാൻ പറ്റാത്തവനുമായ ആ ഭഗവാനെ എനിക്ക് ദർശിക്കാൻ സാധിക്കും. എന്നിട്ടോ അങ്ങനെ വന്നു കഴിയുമ്പോഴോ ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന, ഭക്തി അങ്ങോട്ട് വർദ്ധിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏതൊക്കെ വളർന്നു വരും? ജ്ഞാനവും വൈരാഗ്യവും വളർന്നു വന്നിട്ട് പരിപശ്യതി ഉദാസീനം, പിന്നെ പരിപശ്യത്യുദാസീനാം പ്രകൃതിം ജഗതൗജസാം, പിന്നെ ഉള്ളിൽ തന്നെ എന്താണ്? തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനെ തന്നെ കാണുവാനും സാധിക്കും. ഹതൗജസ, അതേപോലെ തന്നെ ഈ ദേഹം, ശരീരം, ഇന്ദ്രിയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ലാതെ മാറി നിന്ന് ഈ പുരുഷനെ അറിയാൻ സാധിക്കും. പക്ഷേ ഇത് എളുപ്പമാ പറയാൻ. ഇത് എങ്ങനെ സാധിച്ചെടുക്കാം? പിന്നെ അതിനുള്ള മാർഗത്തെ പറ്റി അമ്മയോട് പറയുകയാണ്. അതിന് ആദ്യം അമ്മ ചെയ്യേണ്ടുന്നത് എന്താണ്? പ്രസംഗമചരം പാശം ആത്മനക്കവയോവിതോ സയേവ സാധുഷുകൃതോ മോക്ഷദ്വാരമഭാവൃതം. അതുകൊണ്ട് ഈ മോക്ഷപദത്തിലേക്ക് പോകുവാനുള്ള ഈ അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ അമ്മ ആദ്യം ആരെ ആശ്രയിക്കണം? സജ്ജനങ്ങളെ. അവരാണ് മോക്ഷദ്വാരമഭാവൃതം, അടഞ്ഞു കിടക്കുന്ന മോക്ഷമാർഗത്തെ നമുക്ക് തുറന്നു തരുന്നത് ആരാ? ഈ സജ്ജനം. അതുകൊണ്ടാണ് ഈശ്വര അന്വേഷണത്തിന് പരമപ്രധാനമായിരിക്കുന്നത് ആരാ? സജ്ജനങ്ങളുമായി ചേർന്ന് എന്ത് ചെയ്യണം? സത്സംഗം നടത്തണം. അതുകൊണ്ടാണ് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതാ ഇവിടെ പറഞ്ഞത്. ഓരോന്നോരോന്ന് അവസാനം തൻ്റെ ഉള്ളിൽ തന്നെ ആരെ കാണും? അപ്പോൾ പിന്നെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സജ്ജനങ്ങൾ ആര്?
എല്ലാവരും സജ്ജനങ്ങളാണോ? ഇപ്പം നമ്മൾ സജ്ജനങ്ങൾക്കുള്ള ലക്ഷണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? എന്തൊക്കെയാ ലക്ഷണമുള്ളവരെയാ സജ്ജനമായിട്ട് കണക്കാക്കുന്നത്? കുറഞ്ഞത് ഒരു 3 രുദ്രാക്ഷമാല കഴുത്തേ വേണം. ഈ ഭാഗവത ആചാര്യന്മാരുടെ ലക്ഷണം കണ്ടിട്ടുണ്ടോ? എന്നോട് പലരും പറയും ഇപ്പം ഇങ്ങനെയൊന്നും പോരാ. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ വേണം? അതിവിടുന്ന് ഇവിടം വരെ ഭസ്മം പോരട്ടണം, പിന്നെ കുറഞ്ഞത് 3 പൊട്ട് വേണം, വെളുത്ത, ചുവപ്പ്, കറുപ്പ്. അപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. രുദ്രാക്ഷമാല കഴുത്തിലുണ്ടാവണം. രുദ്രാക്ഷത്തിന്റെ വലിപ്പം കൂടും തോറും ഭക്തനും കൂടും. ഇപ്പൊ അതൊന്നും അല്ല ട്രെൻഡ്. ഇപ്പം സപ്താഹത്തിന്റെ ആചാരം ഇത്തരം പേരെ തലമുടി നീട്ടി വളർത്തണം, എന്നാലേ ആരാവുള്ളൂ, ആചാര്യനാവും. പലരെയും ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ ഈ പരിപാടിക്ക് ഒന്നുമില്ല, ഇഷ്ടമുള്ളവര് വിളിച്ചാൽ മതി. എനിക്കിപ്പോ ഈ വേഷം കെട്ടിയിട്ട് ഇപ്പൊ ഭാഗവതം പറയണത് നടക്കേണ്ട കാര്യമൊന്നും ഇല്ല. അറിഞ്ഞു കേട്ട് വേണമെന്ന് തോന്നുന്നവര് എന്ത് ചെയ്യും? വിളിക്കും. ഇല്ലെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ ഇരിക്കും. ഓൺലൈനിൽ ക്ലാസ് എടുത്താലും ഇങ്ങനെ പോകും. അതുകൊണ്ട് ആ ഭയമൊന്നും എനിക്കില്ല, അത് ഞാൻ പറയാറുണ്ട്. അപ്പോ സജ്ജനങ്ങൾക്കെല്ലാം നമ്മളൊരു ലക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ആരാണെന്നാ? അതിലൊന്നാണ് വസ്ത്രം. ഏതാ? കാവ്യ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആരായി? എനിക്ക് തോന്നുന്ന ഇന്ന് ഈ കാവ്യ വസ്ത്രം ഏറ്റവും വലിയ ഉപജീവന മാർഗമാക്കി മാറ്റി, അല്ലേ? ആ കാവ്യോട് യാതൊരു വിലയും ഇല്ലാതാക്കി. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഈ കാവ്യ ജനകീയമാക്കിയത് കൊണ്ടുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇറച്ചിക്കട വെട്ടാൻ നിൽക്കുന്നവന് ഉടുക്കുന്നത് ഏത് വസ്ത്രമാണ്? ആണോ അല്ലയോ? കാവ്യ. കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നവന് ഉടുക്കുന്നത് ഏതാ? കാവ്യ. ഈ കാവ്യ ത്യാഗത്തിന്റെ ചിഹ്നമാണ്, കളറാ. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് കൊടുത്ത വസ്ത്രമാണ് കാവ്യ. അതാണ് സന്യാസം. സന്യാസത്തിന്റെ പ്രതീകമാണ്. പക്ഷേ അത് ജനകീയമാക്കിയപ്പോൾ വന്ന കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഈ കാവ്യ ഇറച്ചി വെട്ടുന്നവനും ഇതാണ് ഉടുക്കുന്നത്. വില കളഞ്ഞതിൻ്റെ. പിന്നെ ഉടുക്കുന്നതും നടക്കുന്നതും, ഉടുത്തുകൊണ്ട് നടന്നിട്ട് പറയുന്നതും ഇതിന് നേർ വിപരീതം കാണിക്കുന്നതും. അപ്പൊ ഇതൊന്നും ആരല്ല? സജ്ജനങ്ങളുടെ ലക്ഷണമല്ല. ഞാനല്ല പറയണത്, ഭാഗവതത്തിലുള്ളത് പറയാ. ആരെയും ഞാനിവിടെ ക്രോഡീകരിക്കുന്നുമില്ല. നോക്കുക, തിതിക്ഷവ പുസ്തകമുള്ളവർക്ക് നോക്കിയാൽ കിട്ടും. തിതിക്ഷവ കാരുണിക സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്ത സാധവസാധുഭൂഷണ. സജ്ജനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം പറയുകയാണ്. ആ സജ്ജനം തിതിക്ഷുവായിരിക്കണം. എന്താ തിതിക്ഷ? വിവേക ചൂടാമണി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ വേദാന്തം പഠിക്കുന്നവരുടെ ആദ്യത്തെ ക്ലാസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മുമുക്ഷുവാര് എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുക. അതില് വിവേക ചൂടാവണി പറയും തിതിക്ഷുവിന്റെ ലക്ഷണം. സഹനം സർവദുഃഖാനാം, പിന്നെയോ അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാതിദിക്ഷാ നിഗദ്യതേ. എന്താണ് സഹനം? സർവദുഃഖാനാം, സകല ദുഃഖങ്ങളെയും സഹിക്കാനുള്ള കഴിവ്. പിന്നെയോ അപ്രതീകാരപൂർവകം, എന്താ? ഒന്നും ഇങ്ങോട്ട് ലഭിക്കണം എന്നുള്ള ചിന്ത പാടില്ല. പിന്നെയോ ചിന്താവിലാപരഹിതം, നാളത്തെ കാര്യം ഇനി എന്താകും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു ദുഃഖിക്കാനും പാടില്ല. ആ ആളിന് പറയുന്ന പേരാണ് തിതിക്ഷു. ഇതാണ് ആർക്ക് വേണ്ടുന്നത്? സജ്ജനത്തിന് ആദ്യം വേണ്ടത്. അപ്പോ ആരിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. നാളെ എനിക്ക് എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കരുത്. ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചോർത്ത്
ദുഃഖിക്കാനും പാടില്ല. ഈ 3 ഗുണങ്ങൾ ഉള്ളവന് പറയുന്ന പേരാണ് തിതിക്ഷു.